വെൽക്കം ബാക്ക് ടു വൺ മസ്റ്റർ. എൻ്റെ പ്രീവിയസ് എപ്പിസോഡിൽ അപ്സ്റ്റോക്സിൻ്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായ അപ്സ്റ്റോക്സ് പ്രോയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓർഡർ ടൈപ്സിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ ചെയ്തിരുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ ആ ഓർഡർ ടൈപ്സിൻ്റെ ഒരു ആക്ച്വൽ ഡെമോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സോ നിങ്ങൾ എൻ്റെ പ്രീവിയസ് എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ ആ എപ്പിസോഡ് കണ്ടിട്ട് ഈ എപ്പിസോഡ് കാണുക. അത് കാണണമെന്നുണ്ടെങ്കിൽ ഈ എപ്പിസോഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഈ എപ്പിസോഡ് ചെയ്യാനായിട്ട് അപ്സ്റ്റോക്സിൻ്റെ ഡെസ്ക്ടോപ്പ് വേർഷനാണ് യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ബെറ്റർ വ്യൂയിങ് എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ എപ്പിസോഡ് ബിഗ് സ്ക്രീനിൽ കാണുക. ഇനി നിങ്ങൾ ഈ എപ്പിസോഡ് ഒരു മൊബൈൽ ഡിവൈസിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ സെറ്റിംഗ്സ് HD മാറ്റുക. സോ ഞാൻ ഓർഡർ പ്ലേസ് ചെയ്യാൻ പോകുന്നത് ITC ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ITCയിൽ നമുക്ക് ബൈ ഓപ്ഷനും സെൽ ഓപ്ഷനും സിമ്പിൾ ഇൻഫോയും ചാർട്ടും ഇതെല്ലാം ഉണ്ട്. ഞാനിപ്പം ചാർട്ടും കൂടെ സെലക്ട് ചെയ്യുകയാണ്, എന്നിട്ട് ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യുകയാണ്. സോ ഞാനിപ്പം ഒരു ക്വാണ്ടിറ്റി വാങ്ങിക്കാൻ പോവാണ്, അതെനിക്ക് നാളെ വിൽക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്ലേസ് ചെയ്യുന്ന ഓർഡർ എന്ന് പറഞ്ഞാൽ ഡെലിവറി ആണ്. ഓർഡർ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് സിമ്പിൾ തന്നെയാണ്, കാരണം ഇത് മാർക്കറ്റ് അവേഴ്സിലാണ് ഞാൻ പ്ലേസ് ചെയ്യുന്നത്. ഇനി ഓർഡർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസിലാണ് അത് എക്സിക്യൂട്ട് ആവുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 198 പോയിൻ്റ് അറൗണ്ട് ആണ്. സോ ഞാനിപ്പം ആ പ്രൈസിൽ തന്നെ അക്വയർ ചെയ്യാൻ പോവാണ്. ഇതാണ് ഓർഡർ കൺഫർമേഷൻ വിൻഡോ. ഇതിൽ നമ്മൾ സെലക്ട് ചെയ്ത ഓപ്ഷൻസ് ഒക്കെ ഒന്നുകൂടെ റിവ്യൂ ചെയ്യാൻ പറ്റും, എന്നിട്ട് ബൈ ഓർഡർ പ്ലേസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഓർഡർ പ്ലേസ് ആയിട്ടുമുണ്ട്, അത് കംപ്ലീറ്റ് ആയിട്ടുമുണ്ട്. എനിക്ക് കിട്ടിയ പ്രൈസ് എന്ന് പറഞ്ഞാൽ 198.1 ആണ്. അതുപോലെ വ്യൂ മോറിൽ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് ആ ട്രേഡിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാണാൻ പറ്റും. ഇനി ഞാനൊരു ലിമിറ്റ് ഓർഡറാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. സപ്പോസ് എനിക്ക് ITCയുടെ സ്റ്റോക്ക് ഇന്നത്തെ ദിവസം 195 എത്തിയാൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതിയെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഓർഡർ എന്ന് പറഞ്ഞാൽ 195 ആയിരിക്കും ഒരു ലിമിറ്റ് ഓർഡറിൽ. സോ ഞാൻ ഓർഡർ പ്ലേസ് ചെയ്യുകയാണ്, അത് കൺഫേം ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഓർഡേഴ്സിൽ കാണാൻ പറ്റും നേരത്തെ ഓർഡർ കംപ്ലീറ്റ് ആണ്, ഇതിപ്പോഴും പെൻഡിങ് ആണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തിരുന്ന പ്രൈസിനേക്കാളും 3 രൂപ കൂടുതലാണ്. ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ITCയുടെ സ്റ്റോക്ക് പ്രൈസ് 195 എത്തിയില്ലെങ്കിൽ ആ ഓർഡർ ക്യാൻസൽഡ് ആവും ഓട്ടോമാറ്റിക്കായിട്ട്. ഇനി ഞാൻ ITCയുടെ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്ലേസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 198 ആണ്. പക്ഷേ ഞാനിപ്പം വിശ്വസിക്കുന്നത് ഇന്നത്തെ ദിവസം 200 രൂപ എത്തുകയാണെങ്കിൽ അത് 205 വരെ പോകുമെന്നാണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഞാനൊരു സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡറാണ് പ്ലേസ് ചെയ്യുന്നത്. ട്രിഗർ പ്രൈസ് ആയിട്ട് ഒരു 200 സെറ്റ് ചെയ്യുകയാണ്. അതുപോലെ പ്രൈസ് ആയിട്ട് ഒരു 200.05 സെറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം ITCയുടെ സ്റ്റോക്ക് പ്രൈസ് 200 എത്തുവാണെങ്കിൽ 200.05 ഒരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ആവും. നിങ്ങൾക്കപ്പം ഓർഡേഴ്സിൽ കാണാൻ പറ്റും ഈ ട്രിഗർ പെൻഡിങ് ആണ്. ഇതിങ്ങനെ പെൻഡിങ് ആകാൻ കാരണം ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 198 ആണ്. എൻ്റെ ട്രിഗർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 200 ആണ്. സോ 200 എത്തിയാൽ മാത്രമേ ഈ ട്രിഗർ ആക്ടിവേറ്റ് ആവത്തുള്ളൂ. അപ്പം മാത്രമേ എക്സ്ചേഞ്ചിലോട്ടൊരു ഓർഡർ പ്ലേസ് ആവത്തുള്ളൂ 200.05 ഒരു ബൈ ഓർഡർ. ഇനി ഞാൻ ഒരു സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡറാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. സപ്പോസ് ഇന്നത്തെ ദിവസം ITCയുടെ സ്റ്റോക്ക് പ്രൈസ് 200 എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ സഡൻലി അത് 202 203 പോയിട്ട് തിരിച്ച് താഴുന്നില്ലെങ്കിൽ എനിക്ക് ഈ സ്റ്റോക്ക് അക്വയർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പ്ലേസ് ചെയ്ത ഓർഡർ പെൻഡിങ്ങിൽ തന്നെ കാണിക്കത്തുള്ളൂ. കാരണം എൻ്റെ ട്രിഗർ പ്രൈസ് 200 ആണെങ്കിലും എൻ്റെ ലിമിറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 200.05 ആണ്. അതായത് 200 എത്തിക്കഴിഞ്ഞിട്ട് 200.05 എത്തിയാൽ മാത്രമേ ആ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യത്തുള്ളൂ. പക്ഷേ ഞാനിപ്പം പ്ലേസ് ചെയ്യുന്നത് ഒരു സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ ആണെങ്കിൽ ITCയുടെ സ്റ്റോക്ക് പ്രൈസ് 200 എത്തുമ്പോഴത്തേക്ക് ഈ ഓർഡർ ആക്ടിവേറ്റ് ആവുകയും ചെയ്യും. അത് കഴിഞ്ഞ് 200 കഴിഞ്ഞിട്ട് 201 ആയാലും 200.05 ആയാലും 205 ആയാലും ഈ ട്രേഡ് ആക്ടിവേറ്റ് ആവും. എഗെയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഓർഡറിൻ്റെയും ട്രിഗർ പെൻഡിങ് ആണ്. കാരണം ITCയുടെ സ്റ്റോക്ക് പ്രൈസ് ഇപ്പം 198 ആണ്. എൻ്റെ ട്രിഗർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 200 ആണ്. 200 എത്തിക്കഴിഞ്ഞിട്ട് 201 ആയാലും 205 ആയാലും 210 ആയാലും ആ ട്രേഡ് അവിടെ എക്സിക്യൂട്ട് ആവും. അടുത്തത് ഇൻട്രാഡേ ട്രേഡ്സ് ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അത് ഞാൻ പ്രോഡക്റ്റ് ഇൻട്രാഡേ സെലക്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം താഴത്തെ ഓപ്ഷൻസ് മാറിയിട്ടുണ്ട്. സോ ITC ഇപ്പം ഞാൻ ഒരു ക്വാണ്ടിറ്റിയാണ് വാങ്ങിക്കാൻ പോകുന്നത് ഇൻട്രാഡേ ആയിട്ട്. അപ്പം മാർക്കറ്റ് ഓർഡറാണ് കൊടുക്കുന്നത്. അത് കൺഫേം ചെയ്യുകയാണ്. കൺഫേം ചെയ്തപ്പോഴത്തേക്ക് ആ ട്രേഡ് അവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. വ്യൂ മോർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ട്രേഡിൻ്റെ ഡീറ്റെയിൽസും കാണാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 198.05
സോ ഓർഡേഴ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രോഡക്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഇൻട്രാഡേ ആണ്, ബാക്കി ഓർഡേഴ്സൊക്കെ ഡെലിവറിയുമാണ്. ഇനി ഈ എടുത്ത പൊസിഷൻസിൻ്റെ ഒക്കെ സ്റ്റേറ്റസ് കാണണമെന്നുണ്ടെങ്കിൽ പൊസിഷൻസ് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ പറ്റും ITC തന്നെ അവർ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് കാണിച്ചിരിക്കുന്നത്. ഡെലിവറിയുടെയും സെപ്പറേറ്റ് ആണ്, ഇൻട്രാഡേയുടെയും സെപ്പറേറ്റ് ആണ്. ഇനി ഞാൻ ഈ ഇൻട്രാഡേയിൽ വാങ്ങിച്ചിരിക്കുന്ന സ്റ്റോക്ക് ഡെലിവറി ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് കൺവേർട്ട് പൊസിഷൻ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും എത്ര ക്വാണ്ടിറ്റിയാണ് എനിക്ക് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന്. സോ ഞാൻ അവിടെ 1 കൊടുത്തു, റിവ്യൂ ചെയ്തു, കൺഫേം ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ പൊസിഷൻസ് എന്ന് പറയുന്നത് ഡെലിവറിയാണ് മൊത്തം. അതിൽ 2 ക്വാണ്ടിറ്റി ഉണ്ട്. സോ ഇന്നിനി എനിക്കൊന്നും സ്ക്വയർ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ പ്ലേസ് ചെയ്യാൻ പോകുന്നത് ഒരു കവർ ഓർഡറാണ്. സോ ഞാൻ ക്വാണ്ടിറ്റി 1 കൊടുത്തു. അതുപോലെ ഓർഡർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഓർഡറാണ് കൊടുത്തിരിക്കുന്നത്. സോ എഗെയിൻ ഒരു 198 അറൗണ്ടിലായിരിക്കും ഈ സ്റ്റോക്ക് അക്വയർ ആകുന്നത്. അതുപോലെ സ്റ്റോപ്പ് ലോസ് ഞാനൊരു 197.5 കൊടുത്തു. സോ ഓർഡർ സ്റ്റേറ്റസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കവർ ഓർഡറിൻ്റെ ഫസ്റ്റ് ലെഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അതായത് ബൈ ഓർഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ സെൽ ഓർഡർ പെൻഡിങ് ആണ്. കാരണം ട്രിഗർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 197.5 ആണ്, ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 198 ആണ്. സോ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് ഒരു 10-15 മിനിറ്റ്സ് മുമ്പ് ITCയുടെ സ്റ്റോക്ക് പ്രൈസ് 197.5 എത്തുവാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എക്സിറ്റ് ആവും. ഇനി 3.25 കഴിഞ്ഞിട്ടും ITCയുടെ സ്റ്റോക്ക് പ്രൈസ് 197.5 എത്തിയില്ലെങ്കിൽ ഈ അപ്സ്റ്റോക്സ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ട്രേഡ് സ്ക്വയർ ഓഫ് ചെയ്യും. അന്നേരം ആ സ്റ്റോക്ക് പ്രൈസ് എത്ര രൂപയാണെങ്കിലും. സോ നമുക്ക് ആ ട്രേഡിൽ ഒരു സ്പെസിഫിക് റിക്വയർമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്വയർ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മാനുവലി അത് ക്ലോസ് ചെയ്തിരിക്കണം. കവർ ഓർഡറിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് പൊസിഷൻസിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റും ITC 2 ഞാൻ ഡെലിവറിയിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതിൽ ഒരെണ്ണം പ്രോപ്പർ ഡെലിവറിയിലും രണ്ടാമത്തേത് ഇൻട്രാഡേ വാങ്ങിച്ചിട്ട് അത് കൺവേർട്ട് ചെയ്തതാണ്. പിന്നെ മൂന്നാമത്തെ ക്വാണ്ടിറ്റി വാങ്ങിച്ചിരിക്കുന്നത് ഒരു കവർ ഓർഡറായിട്ടാണ്. കവർ ഓർഡേഴ്സിനെ നമുക്ക് ഡെലിവറി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ നമുക്ക് ഓപ്ഷൻസ് എടുത്തിട്ട് വേണമെങ്കിൽ ആ ഓർഡറിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ നേരത്തെ കൊടുത്തിരുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ 197.5 ആണ്. അത് ഞാനിപ്പോൾ 198 ആക്കുകയാണ്. സോ ഓർഡർ സ്റ്റേറ്റസിൽ അത് വീണ്ടും അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ട്രിഗർ പ്രൈസ് ഇപ്പം 198 ആണ്. നേരത്തെ അത് 197.5 ആയിരുന്നു. ഇനി അടുത്ത ഓർഡർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ OCO അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഓർഡറാണ്. എഗെയിൻ ഞാൻ ITC തന്നെയാണ് സെലക്ട് ചെയ്തത്. സോ പ്രോഡക്റ്റ് ഇൻട്രാഡേ തന്നെയാണ്, കോംപ്ലക്സിറ്റി OCO ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. എഗെയിൻ ഞാൻ പർച്ചേസ് ചെയ്യാൻ പോകുന്ന പ്രൈസ് 198 ആണ്. എൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു 1 തന്നെയാണ്. അതിൻ്റെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസും ഒരു 20 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇങ്ങനൊരു ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ITCയുടെ സ്റ്റോക്ക് 198 അക്വയർ ചെയ്യും. അത് 197 ആവുകയാണെങ്കിൽ അത് സെല്ലും ചെയ്യും. 199 ആണെങ്കിൽ അത് എഗെയിൻ സെല്ല് ചെയ്യും, പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട്. ഫസ്റ്റ് കേസിൽ ₹1 ലോസ് ബുക്ക് ചെയ്തിട്ടാണ് സെല്ല് ചെയ്യുന്നത്. സെക്കൻഡ് കേസിൽ ₹1 പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടാണ് അത് സെല്ല് ചെയ്യുന്നത്. സോ ഞാൻ ഓർഡർ കൺഫേം ചെയ്തിട്ട് അത് പ്ലേസ് ചെയ്യുകയാണ്. ആ ഓർഡർ ഇപ്പോഴും പെൻഡിങ് ആണ്, കാരണം ITCയുടെ സ്റ്റോക്ക് പ്രൈസ് 198 എത്തിയിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റും കവർ ഓർഡറിൻ്റെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആയിട്ടുണ്ട്. സോ ആ പൊസിഷൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ പൊസിഷൻസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റും കവർ ഓർഡറിൻ്റെ സ്റ്റേറ്റസ് നോക്കിയാൽ ഇപ്പം നെറ്റ് ക്വാണ്ടിറ്റി 0 ആണ്. അതായത് പർച്ചേസ് ചെയ്ത പ്രൈസിന് തന്നെയാണ് അത് സെല്ല് ചെയ്തിരിക്കുന്നത്. ബ്രാക്കറ്റ് ഓർഡർ ഇതുവരെ എക്സിക്യൂട്ട് ആയിട്ടില്ല. സോ ഞാനപ്പോൾ ആ പ്രൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. 198.1 കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ആ ഓർഡറിൻ്റെ ഫസ്റ്റ് ലെഗ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അതായത് 198.1 ഞാനത് അക്വയർ ചെയ്തിട്ടുണ്ട്. അത് അക്വയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡറും പ്ലേസ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെയും ട്രിഗർ പെൻഡിങ് ആണ്. അതുപോലെ പൊസിഷൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എഗെയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റും OCO ഓർഡറിൽ ഞാൻ എത്ര എണ്ണം വാങ്ങിച്ചിട്ടുണ്ടെന്ന്. ITCയുടെ സ്റ്റോക്ക് അപ്പം ഞാൻ OCO ആയിട്ട് 1 ക്വാണ്ടിറ്റിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ആവറേജ് പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 198.1 ആണ്. OCO ഓർഡേഴ്സിനെ നമുക്ക് ഡെലിവറി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കത് സ്ക്വയർ ഓഫ് ചെയ്യാനേ പറ്റത്തുള്ളൂ. സ്ക്വയർ ഓഫ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിൽ നമ്മൾ എടുത്ത പൊസിഷനെ റിവേഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പൊസിഷൻ ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ
എഗെയിൻ നമുക്ക് ആ വിൻഡോയിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസും എല്ലാം അതിൻ്റെ അകത്ത് കാണിച്ചിട്ടുമുണ്ട്. ഇനി നമുക്ക് ആ ഓർഡർ മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മോഡിഫൈ ഓർഡർ കൊടുത്താൽ മതി. നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഒറിജിനലി കൊടുത്ത സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ 197ഉം 199ഉം ആയിരുന്നു. അത് 10 പൈസ കയറിയിട്ടുണ്ട്. കാരണം സ്റ്റോക്ക് ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞ് മുകളിലോട്ടാണ് പോയത്. സോ ഞാനിപ്പം അപ്സ്റ്റോക്സ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്വയർ ഓഫ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ മാനുവലി അങ്ങ് സ്ക്വയർ ഓഫ് ചെയ്യുകയാണ്. സോ ഓർഡേഴ്സ് എടുത്ത് നോക്കുമ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും OCO ഓർഡറിൻ്റെ സെല്ല് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ അത് എക്സിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ ലോസിലാണ്. അത് എത്രയാണെന്ന് കാണുമെന്നുണ്ടെങ്കിൽ പൊസിഷൻസ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും OCO ഓർഡറിൽ ഇന്നത്തെ എൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 25 പൈസ ലോസിലാണ്. കവർ ഓർഡറിൽ അത് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. ഇനി ഡെലിവറി എടുത്ത 2 സ്റ്റോക്കിൽ 35 പൈസ ലോസിലുമാണ്. സോ ഇന്നെടുത്ത ഇൻട്രാഡേ പൊസിഷൻസ് എല്ലാം ഞാൻ സ്ക്വയർ ഓഫ് ചെയ്തിട്ടുണ്ട്. അടുത്തത് AMO ഓർഡേഴ്സാണ്. അതിന് ഞാൻ എഗെയിൻ ITCയുടെ ഒരു ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് പ്രോഡക്റ്റ് ഡെലിവറി തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കോംപ്ലക്സിറ്റി AMOയും കൊടുത്തു. ഇനി മാർക്കറ്റ് ഓർഡറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് റിവ്യൂ ചെയ്തിട്ട് ബൈ ഓർഡർ കൊടുത്താൽ മതി. ആ ഓർഡർ അവിടെ എക്സിക്യൂട്ട് ആവത്തില്ല. കാരണം ഇപ്പം മാർക്കറ്റ് അവേഴ്സിലാണ് ഞാനത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഓർഡർ ഫെയിൽഡ് ആയിട്ടുണ്ട്. ഞാൻ പ്രീവിയസ്ലി പറഞ്ഞിരുന്നു സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സിന് 2 പർപ്പസ് ആണ് ഉള്ളത്. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അതിനേക്കാളും ഒരു ഹയർ പ്രൈസിലാണ് നമുക്കൊരു സ്റ്റോക്ക് അക്വയർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഓർഡർ യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് സ്റ്റോപ്പ് ലോസ് എത്തുമ്പോഴത്തേക്ക് അത് എക്സിറ്റ് ചെയ്യാനായിട്ടാണ്. ഫോർ എക്സാമ്പിൾ എൻ്റെ പൊസിഷൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ITC ഞാൻ ഡെലിവറി ആയിട്ട് 198.07 അക്വയർ ചെയ്തിരിക്കുന്നത്. സോ എനിക്കപ്പം ഇന്നത്തെ ദിവസം ITCയുടെ സ്റ്റോക്ക് പ്രൈസ് 197 താഴെ പോയാൽ എക്സിറ്റ് ചെയ്യണമെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്ലേസ് ചെയ്യേണ്ട സെൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡറോ അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡറോ ആണ്. സോ അതിന് നമ്മൾ സെൽ ഓർഡർ ഇനിഷ്യേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ക്വാണ്ടിറ്റി ആയിട്ട് 2 എണ്ണമാണ് കൊടുക്കുന്നത്. അത് ഡെലിവറി ആണ്. സോ ഡെലിവറി സെലക്ട് ചെയ്തു. ഓർഡർ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നതും സിമ്പിൾ തന്നെ സെലക്ട് ചെയ്തു. ഇനി ഓർഡർ ടൈപ്പിൽ ഞാനൊരു സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ട്രിഗർ പ്രൈസായിട്ട് 197 സെറ്റ് ചെയ്തു. ഇനി പ്രൈസ് എന്ന് പറയുന്നത് 196.5 കൊടുത്തു. ഇങ്ങനൊരു ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ITCയുടെ സ്റ്റോക്ക് പ്രൈസ് 197 എത്തുമ്പോഴത്തേക്ക് ഈ ഓർഡർ ആക്റ്റീവ് ആകും. സോ 196.5 ഒരു ലിമിറ്റ് ഓർഡർ ആയിരിക്കും സെല്ലായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഓർഡർ പെൻഡിങ് ആണ്. സോ ഈ ഓർഡർ ആക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ ITCയുടെ സ്റ്റോക്ക് പ്രൈസ് 197 എത്തണം. ഇനി ഈ ഓർഡർ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ 196.5 എത്തണം. പക്ഷേ സഡൻലി 197 നിന്ന് 196 പോയി പിന്നെ അത് മേലോട്ട് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഓർഡർ പിന്നെ പെൻഡിങ് ആയിരിക്കും. സോ അങ്ങനെ ഒരു കേസിൽ നമുക്കിത് ഗ്യാരണ്ടീഡ് ആയിട്ട് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡറാണ് കൊടുക്കേണ്ടത്. സോ ഒരു സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് മോഡിഫൈ ചെയ്തിട്ട് ഓർഡർ ടൈപ്പിന് സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് എന്നുള്ളത് സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ ആക്കി സെറ്റ് ചെയ്യുക. അപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും ട്രിഗർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 197 ആണ്. ഇനി എനിക്കത് വേണമെങ്കിൽ മോഡിഫൈ ചെയ്യുകയും ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഓർഡറും പെൻഡിങ് ആണ്. കാരണം അതിൻ്റെ ട്രിഗർ ഇതുവരെ ആക്ടിവേറ്റ് ആയിട്ടില്ല. ഫൈനലി പൊസിഷൻസ് നോക്കുകയാണെങ്കിൽ എഗെയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോഴും ഡെലിവറി ആയിട്ട് 2 എണ്ണം ഉണ്ട്. സപ്പോസ് ഈ സ്റ്റോപ്പ് ലോസ് ഓർഡർ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ഈ 2 എന്നുള്ളത് അവിടെ 0 ആകും. ഇന്നിപ്പോൾ അതിനിയും ആക്റ്റീവ് ആകാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഞാനത് മോഡിഫൈ ചെയ്തിട്ട് അത് എക്സിറ്റ് ചെയ്യുകയാണ്. സോ ട്രിഗർ പ്രൈസ് ഞാൻ 199 കൊടുക്കുകയാണ്. എന്നിട്ടൊരു മാർക്കറ്റ് ഓർഡറുമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും അത് എക്സിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ട്രിഗർ പ്രൈസ് ആയിട്ട് കൊടുത്തിരുന്നത് 199 ആണ്. പക്ഷേ എക്സിക്യൂട്ട് ആയിരിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ അതിൽ താഴെയാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡറാണ് പ്ലേസ് ചെയ്തത്. എനിക്കിപ്പോൾ 199 തന്നെ വിൽക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാനൊരു സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ ആയിരുന്നു പ്ലേസ് ചെയ്യേണ്ടത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ട്രിഗർ പ്രൈസ് ആയിട്ട് ഒരു 199.05 അതുപോലെ പ്രൈസായിട്ട് 199 കൊടുത്തേനേയും. ഇനി പൊസിഷൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്ന് ഞാൻ എടുത്ത പൊസിഷൻസ് എല്ലാം തന്നെ ഞാൻ സ്ക്വയർ ഓഫ് ചെയ്തിട്ടുണ്ട്. അത് ഡെലിവറി ആയാലും കവർ ഓർഡർ ആയാലും ബ്രാക്കറ്റ് ഓർഡർ ആയാലും. ഓൾസോ ഓവറോൾ എൻ്റെ ഇന്നത്തെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് തന്നെയാണ്, £1.40. പക്ഷേ ഇനി ബ്രോക്കറേജ് ആയിട്ട് എത്ര പോകുന്നതെന്ന് അറിയത്തില്ല. സോ നെറ്റ് എന്തായാലും ഒരു ചെറിയ ലോസ് തന്നെ ആയിരിക്കും.
ഇത്രയും ഓപ്ഷൻസ് ആണ് അപ്സ്റ്റോക്സിൻ്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായ അപ്സ്റ്റോക്സ് പ്രോയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും, ഇന്ത്യയിലെ ലാർജസ്റ്റ് ഡിസ്കൗണ്ട് ബ്രോക്കർ എന്ന് പറയുന്നത് സെറോദയാണ്. അപ്സ്റ്റോക്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് ഡിസ്കൗണ്ട് ബ്രോക്കർ ആണെന്ന് മാത്രമല്ല, ടോപ്പ് 5 ബ്രോക്കേഴ്സ് എടുത്താലും അതിൽ അപ്സ്റ്റോക്സ് ഉണ്ട്. നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കർ ഇപ്പം സെറോദ ആണെന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ പ്രീവിയസ് എപ്പിസോഡിൻ്റെ അത് സെറോദയിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഓർഡർ ടൈപ്സ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ആ എപ്പിസോഡ് കാണുക. അത് കാണണമെന്നുണ്ടെങ്കിൽ ഈ എപ്പിസോഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഏത് സ്റ്റോക്ക് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത് താഴെ ഒരു കമൻ്റ് ആയിട്ട് ഷെയറും ചെയ്യുക. സോ ഗുഡ് ബൈ, അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.